ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അത് ഇപ്പോഴല്ലേ പരാതി കൊടുത്തു. എനിക്കെതിരെ അദ്ദേഹം എത്രയോ കൊല്ലം മുമ്പ് 50 ലക്ഷം രൂപ ചോദിച്ച് വക്കീൽ നോട്ടീസ് അയച്ചാൽ എന്നിട്ട് അപ്പോൾ ഇതൊന്നും കേട്ടാലും ജയശങ്കർ പേടിക്കില്ല, ഇക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാഹന വ്യൂഹത്തിൽ ഇപ്പോൾ 39 ഉണ്ടായിരുന്നുള്ളൂ, 40 ഇല്ലായിരുന്നു പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞോളാം, പറയേണ്ട സ്ഥലത്ത് പറഞ്ഞോളാം. അപ്പോൾ ഇതൊക്കെ കേട്ട് പേടിക്കുന്നവർ പേടിക്കും. ഈ പെപ്പിടി വിധിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തതാ? എന്റെ കാലനായിട്ടാണോ അതെന്നെ കൊണ്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. അത്തരത്തിലുള്ളൊരു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാമല്ലോ. ഇതാണ് പ്രശ്നം. ജലപീരങ്കി ഉപയോഗിച്ചോ എന്നത് സാധാരണ നടക്കുന്ന കാര്യമായിരിക്കും, പക്ഷേ വെള്ളം ഈ തരത്തിൽ ഉപയോഗിക്കാം, അതാണ് പ്രശ്നം. നിഷേധിക്കാൻ വന്ന ആളുകളെ ചെടിച്ചട്ട് കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിത്തതച്ച് ഗൺമാന്മാരുടെ നീളൻ വടികൊണ്ട് പൊതിരെ തല്ലി ഇഞ്ചപ്പരുവമാക്കിയിട്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിച്ച ആളാണ് 200 ml കുപ്പിയിൽ റോഡിൽ നിന്ന് കോരിയ വെള്ളവുമായി വന്ന് ജലപീരങ്കിയിലെ വെള്ളത്തെക്കുറിച്ച് നിയമസഭയിൽ പരാതിപ്പെടുന്നത്. നാണക്കേട് പോലും നാണിച്ചു പോകും പിണറായി വിജയന്റെ മുന്നിൽ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഇന്ന് പിണറായി വിജയൻ നിയമസഭയിൽ സതീശനെ വെല്ലുവിളിച്ചതുപോലെ CPM-ലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇനി അതിശക്തനായ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തുടരുമോ? അത് അതുപോലെയല്ല, പഴയ പോലെയല്ല, അതൊക്കെ മാറി, ക്ലീനായി. ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. പിണറായി വിജയൻ നിയമസഭയിൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത പ്രതിപക്ഷ നേതാവായി മാറി എന്ന് വെച്ചാൽ പ്രതിപക്ഷത്ത് ഇദ്ദേഹത്തോളം തൻ്റെ അടുള്ള വേറൊരു നേതാവില്ല. അദ്ദേഹം മാറിയാൽ ആ സ്ഥാനത്ത് ശൂന്യതയായിരിക്കും. കാരണം ബാക്കി പ്രധാനപ്പെട്ട ആളുകളൊക്കെ തോറ്റുപോയി. അവരെയൊക്കെ ജനങ്ങൾ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയിരിക്കുക. ഇപ്പം കഴിഞ്ഞ നിയമസഭയിൽ വളരെ ഘോരമായിട്ട് പ്രസംഗിച്ചിരുന്ന ആളുകളൊക്കെ അവിടെ പി രാജീവ് ഉണ്ടായിരുന്നുള്ളൂ. താർക്കികനായിരുന്നു, താത്വികനായിരുന്നു, പ്രത്യയശാസ്ത്ര വിശാരദനായിരുന്നു. അദ്ദേഹത്തിന് വിശാരദത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല, പക്ഷേ നിയമസഭയിൽ കയറാൻ പറ്റിയില്ല, തോറ്റുപോയി. MP രാജേഷ് വേറൊരു ചിന്തകനായിരുന്നു, ഇപ്പം അദ്ദേഹത്തെ കാണാനില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകളെല്ലാവരും തോറ്റ് തട്ടുമ്പുറത്ത് കയറി. ശൈലജ ടീച്ചർ എവിടെ? വീണ ജോർജ് എവിടെ? CPI-യുടെ പ്രസാദും രാജനും മാത്രമാണ് കട്ടിച്ച് രക്ഷപ്പെട്ടത്, ബാക്കി എല്ലാവരും തോറ്റുപോയി. അപ്പം ഇങ്ങനെ ഒരു വലിയ വിപര്യം ഇപ്പോൾ പ്രതിപക്ഷത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത പ്രതിപക്ഷ നേതാവായി മാറിയത് മറ്റേ വാഗ്ദാടിയുള്ള ആളുകളൊക്കെ തോറ്റുപോയതുകൊണ്ടാണ്. അപ്പം അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, അനാരോഗ്യമുണ്ട്, 100,000 പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും ഈ പടം നയിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് അനാരോഗ്യവും പ്രായാധിക്യവും അതിൽ നിന്നുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് പുള്ളി നിയമസഭയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് ശരശൈലിൽ കിടക്കുന്ന ഭീഷ്മാചാര്യൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ പിണറായി സഖാവ്. നമുക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും കാലം പടം നയിച്ച് ഒരു പരുവത്തിലായി 10 കൊല്ലം കേരള മുഖ്യമന്ത്രിയായിട്ടിരുന്ന് ഭരിച്ച് ഏക ഛത്രാധിപതിയായിട്ടിരുന്ന ആളാണ് ഇല്ലേ. 40-40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിച്ചിരുന്ന ആളിപ്പോൾ ഒരു അകമ്പടിയില്ല. ഇപ്പോൾ പാറ്റൻറ്റാങ്കും വേണ്ട, ഫയർ എഞ്ചിനും വേണ്ട, അതുപോലെ ആംബുലൻസും വേണ്ട. ഇതൊന്നുമില്ലാതെ അദ്ദേഹത്തിന് സുഖമായിട്ട് നടക്കാം. ആരും ഒന്നും ചെയ്യില്ല. ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന വാഹനങ്ങളുടെ എണ്ണം തെറ്റിപ്പറഞ്ഞതിന് ഒരാൾക്കെതിരെ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ, രമേശ് ചെന്നിത്തലയ്ക്ക്. നിന്റെ ആ പഴയ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റവും ഇല്ലല്ലോ. അത്രയല്ലേ ഉള്ളൂ. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹം ഇപ്പോഴല്ലേ പരാതി കൊടുത്തു. എനിക്കെതിരെ അദ്ദേഹം എത്രയോ കൊല്ലം മുമ്പ് 50 ലക്ഷം രൂപ ചോദിച്ച് വക്കീൽ നോട്ടീസ് അയച്ചാൽ എന്നിട്ട് അപ്പോൾ ഇതൊന്നും കേട്ടാലും ജയശങ്കർ പേടിക്കില്ല, ചെന്നിത്തല ചിലപ്പോൾ പേടിക്കും. എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാഹന വ്യൂഹത്തിൽ ഇപ്പോൾ 39 ഉണ്ടായിരുന്നുള്ളൂ, 40 ഇല്ലായിരുന്നു പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞോളാം, പറയേണ്ട സ്ഥലത്ത് പറഞ്ഞോളാം. അപ്പോൾ ഇതൊക്കെ കേട്ട് പേടിക്കുന്നവർ പേടിക്കും. ഈ പെപ്പിടി വിധിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. പറഞ്ഞ മനസ്സിലായില്ലേ? കേരള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ആംബുലൻസിൻ്റെയും ഫയർ എഞ്ചിൻ്റെയും അകമ്പടിയോട് യാത്ര ചെയ്ത് വീരുപെട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടല്ല. യാത്ര ചെയ്യുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കല്ലേ. കാണുന്നവർക്ക് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി EK നായനാർ പോകുന്നു അവർ കണ്ടിട്ട്, അച്യുതാനന്ദൻ പോകുന്നത് കണ്ടിട്ട്. ഇപ്പം ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഛത്രചാമര പരിവീജിതനായിട്ട് പണ്ട് എന്താണ് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ് ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഇത്ര അകമ്പടി ഉണ്ടായിരുന്നില്ല. അത് വെറും മഹാരാജാവായിരുന്നു, ഇദ്ദേഹം കേരള ചക്രവർത്തിയാണ്. അപ്പോൾ ആളുകൾ വെറുത്തു. അതാണ് ശരിക്കുള്ള പ്രശ്നം. അങ്ങോട്ട് പോയിക്കോളെ, വീട്ടിൽ പോയിക്കോളെ. അല്ല, അങ്ങനെയല്ല. MA ബേബി കാര്യം പേരിൽ MA ഉണ്ടെങ്കിൽ ആളിപ്പോഴും ബേബിയാണ്. അദ്ദേഹത്തിന് പ്രായപൂർത്തി എത്തിയതായിട്ട് പാർട്ടി അംഗീകരിച്ചിട്ടില്ല. AK ബാലൻ്റെ സ്ഥിതി തന്നെയാണ്. അദ്ദേഹം ഒരു ബാലനാണ്, ഇദ്ദേഹം ബേബിയാണ്. അപ്പോൾ ഈ ബേബിമാരോ ബാലന്മാരെന്നും പറഞ്ഞാൽ പാർട്ടിയിൽ മുതിർന്ന നേതാക്കളുടെ ചെവിയിൽ കയറില്ല. ദേശീയ ജനറൽ സെക്രട്ടറി എന്നൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടെങ്കിലും അദ്ദേഹത്തിന് പാർട്ടിയിൽ എന്ത് സ്ഥാനമുണ്ട് എന്നുള്ളത് ഈ പരിഷ്കരിച്ച പുതുക്കിപ്പടിഞ്ഞ AKG സെന്ററിൻ്റെ ഉദ്ഘാടന വേളയിൽ നമ്മൾ കണ്ടാണ്. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഉള്ളപ്പോൾ ആരാണ് അത് ഉദ്ഘാടനം ചെയ്തത്? നാടൻ മുറിക്കേണ്ടവരാണ്. ആരാണ് നാടൻ മുറിച്ചത്? നാടൻ മുറിക്കുമ്പോൾ അടുത്ത് നിന്നിരുന്ന ആരാണ്?
ഇദ്ദേഹം എത്രാമത്തെ റോയിലാണ് നിന്നിരുന്നത് എന്ന് നോക്കിയാൽ അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ എന്ത് സ്ഥാനമുണ്ട്, അദ്ദേഹത്തിന് എന്ത് വലിപ്പമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇതങ്ങനെ വിട്ടുകൊടുക്കാവുന്ന കാര്യമല്ല. എം എ ബേബി പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ഈ മുതിർന്ന നേതാക്കന്മാരുടെ ഭാര്യയോ മകനെയോ അല്ലെങ്കിൽ മകളുടെ ഭർത്താവിനെയോ ഒക്കെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ബൂർഷ്വാ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ പാർട്ടിയെ വിഷമവൃത്തത്തിലാക്കാതെ നമ്മുടെ ബന്ധുക്കളെ മാറ്റി നിർത്തണം. അതാണ് അദ്ദേഹം പറഞ്ഞത്. പുള്ളി പറഞ്ഞത് താത്വികമായതുകൊണ്ട് കുറച്ച് നീണ്ടു പരന്നു പോയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയോ മകനൊന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല, മത്സരിക്കാൻ പുള്ളി സമ്മതിക്കുകയില്ല. പക്ഷേ ഈ തത്വം പാർട്ടിയിലെ മറ്റു പല നേതാക്കന്മാർക്ക് ബാധകമല്ല. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ സഖാവ് വിജയരാഘവൻ കഴിഞ്ഞ തവണ പാർട്ടി സെക്രട്ടറിയുടെ ചുമതല വഹിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഡോക്ടർ ബിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ബിന്ദുവിനേക്കാളും പ്രവർത്തന പരിചയമുള്ള അനുഭവ പരിചയമുള്ള എത്രയോ സഖാക്കൾ ഇരിങ്ങാലക്കുടയിലുണ്ട്, തൃശ്ശൂർ ജില്ലയിലും മറ്റു സ്ഥലങ്ങളിലുണ്ട്. അവർക്ക് ആർക്കും കിട്ടാത്തൊരു പരിഗണന ബിന്ദുവിന് കിട്ടി. ബിന്ദു മത്സരിച്ചു, ജയിച്ചു. ജയിച്ചപ്പോൾ ബിന്ദു മന്ത്രിയായി. Wherever I go, I take my house in my head. മന്ത്രിയാകാൻ വേറെ യോഗ്യന്മാരില്ലാത്തതുകൊണ്ടോ യോഗ്യതയുള്ള വനിതാ മെമ്പർമാരില്ലാത്തതുകൊണ്ടോ അല്ല. അപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന വിജയരാഘവൻ സഖാവിന്റെ സഹധർമ്മിണിയാണ് ബിന്ദു എന്ന ഒറ്റ കാരണത്താൽ ബിന്ദു മന്ത്രിയായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 5 കൊല്ലം കൈയാളി. അതല്ലേ സംഭവിച്ചു. അത് തന്നെയാണല്ലോ പിണറായി വിജയന്റെ മകളെ വിവാഹം കഴിച്ച ധീര സഖാവിന് സംഭവിച്ചു. CPM-ൽ ഒരു യുവ നേതാവ്, അദ്ദേഹം തീരെ മോശക്കാരനൊന്നുമല്ല, അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നൊക്കെ അത് സംഭവിക്കും. അഖിലേന്ത്യാ പ്രസിഡന്റ് ആണെങ്കിൽ തന്നെയും MLA ആയിട്ട് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. അളിയാ ആകപ്പെട്ട അവസ്ഥയാണല്ലോ, ഇനി എന്ത് ചെയ്യും? പക്ഷേ ആദ്യത്തെ വരവിൽ തന്നെ അദ്ദേഹത്തിന് കൊടുത്ത വകുപ്പ് ഏതാണ്? സാധാരണ ആദ്യമായിട്ട് ജയിക്കുന്ന ആൾക്ക് ഇപ്പോൾ S. ശർമ്മ അല്ലെങ്കിൽ M. ദാസൻ, ജെയിംസ് മാത്യു, അങ്ങനെ എത്രയോ പേര് ആദ്യം ജയിച്ചു വന്നപ്പോൾ അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയില്ല. A. പ്രദീപ് കുമാർ 3 തവണ ജയിച്ചിട്ട് പുള്ളിക്ക് മന്ത്രിയാവാൻ പറ്റില്ല. പാർട്ടിക്ക് പാർട്ടിയുടേതായ പരിഗണനകൾ. അപ്പോൾ എന്തുകൊണ്ട് റിയാസ് മന്ത്രി? ഇനി മന്ത്രിയാവുമ്പോൾ തന്നെ ചെറുപ്പക്കാരായ ആളുകൾ മന്ത്രിമാരാകുമ്പോൾ അവർക്ക് ഏത് വകുപ്പ് കൊടുക്കുക? സ്പോർട്സ് വകുപ്പ് കൊടുക്കും, അല്ലെങ്കിൽ യുവജനക്ഷേമ വകുപ്പ് കൊടുക്കും. അങ്ങനെയുള്ള ഏതെങ്കിലും വകുപ്പിൽ കൊടുക്കുക. ഇവിടെ എടുത്താൽ പോകാത്ത 2 വകുപ്പ് കൊടുത്തു. ഒന്ന് മരാമത്ത്, മറ്റത് ടൂറിസം. വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് സ്വജനപക്ഷപാതമാണ്. വിജയൻ സഖാവിൻ്റെ മകളെ വിവാഹം കഴിച്ചവന് കിട്ടിയ ഒരു സ്ത്രീധനം പോലെ അല്ലേ? ആ ഒരു പാരിതോഷികമായിട്ട് കിട്ടിയതാണെന്ന് പാർട്ടിക്കാർ മാത്രമല്ല, പാർട്ടിക്കാരല്ലാത്ത ബൂർഷ്വാകൾ മാത്രമല്ല, പാർട്ടിക്കാർ പോലും തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടൊക്കെ തിരിച്ചടി ഉണ്ടായി. എന്റെ ശക്തി എന്ന് പറയുന്ന ഇവരാ എന്റെ മരുമക്കൾ. അല്ല, ഇതൊക്കെ കാണുമ്പോഴാണ് ഈ മരിച്ചുപോയ ശ്രീനിവാസനും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സത്യനധികാടും അതുപോലെ കുമാരപിള്ള സാറിനെ കൃത്യമായിട്ട് അവതരിപ്പിച്ച ശങ്കരാടിയൊക്കെ എത്ര വലിയ കലാകാരന്മാരാണെന്ന് നമുക്ക് മനസ്സിലാവും. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പെട്ടെന്ന് പറ സഖാവെന്ന് പുള്ളി പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഓർക്കുന്നത്. കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി. അത് വളരെ കൃത്യമാണ്. പാർട്ടിയിൽ ബുദ്ധിജീവികളാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ അവർക്ക് അത് സാധ്യവുമല്ല. ഇപ്പം തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും രാജീവ് സഖാവിൻ്റെ ആ വാമൊഴി വഴക്കത്തിന് വല്ല പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ബേബി സഖാവ് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയണമെന്ന് പറയുന്നത് പോലും കേട്ടാൽ മനസ്സിലാകാത്ത രീതിയിലാണ്. എന്നാ പിന്നെ ഞാനങ്ങടെ